നമ്മുടെ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ ഞാൻ കണ്ടിരുന്നു കേട്ടോ. ഞാൻ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ താജ്മഹൽ പണിയെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ സ്വാതി ഒരു താജ്മഹൽ പണിയെന്നൊക്കെ പറഞ്ഞിട്ട് താജ്മഹൽ പണിയാനുള്ള ഒരു കഴിവൊന്നും എനിക്കില്ലെങ്കിലും കുറച്ച് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു നമ്മളിപ്പോൾ പുതിയത് വാങ്ങിയൊരു വീടിൻ്റെ ചെറിയൊരു മോഡലായിട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷെ അത് എന്തുകൊണ്ട് ഉണ്ടാക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ചോര കണ്ടു, കൈയൊക്കെ മുറിച്ച്. അതിപ്പോൾ ഞാൻ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ചോര കണ്ടേ തുടക്കണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കാര്യമാക്കിയില്ല. എന്നിട്ട് നമ്മുടെ പണിയൊക്കെ തുടർന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം മേൽക്കൂരയുടെ പണി വരെയൊക്കെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് ഇതൊന്നും നടക്കില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല, ഇതിനൊക്കെ കുറച്ച് തലയിൽ വെളിവും വെളിപാടൊക്കെ വേണം എന്നൊക്കെ വിചാരിച്ച് ഞാനിത് വേണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് അങ്ങനെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ആഗ്രഹം ഇങ്ങനെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്, ഒരു രൂപം. അതുപോലെ എനിക്കൊരു വീട് പണിതുണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് പല ദിവസങ്ങളിലായിട്ട് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ ഇരുന്നിട്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു മോഡലൊക്കെ നമ്മളുടെ വീട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമ്മളുടെ വീടിൻ്റെ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ഒരു വിധത്തിലൊക്കെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴും ഫിനിഷിങ്ങിൽ കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കുന്നത്. വേറെ കുറേ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾക്ക് ആ ഒരു മോഡൽ ശരിക്കും അങ്ങോട്ട് വലിയ ഫിനിഷിങ്ങിലൊന്നും എത്തിയില്ല എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു രൂപരേഖയൊക്കെ കറക്റ്റായിട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ അതല്ല, നമ്മളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത്. അപ്പോൾ ആ സ്വന്തമായിട്ടുള്ളൊരു വീടിന് നമുക്ക് അത്രയും ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീടിൻ്റെ മോഡലിൽ തന്നെ എനിക്കിങ്ങനെ ചെറിയൊരു മിനിയേച്ചറായിട്ട് ചെയ്യാനായിട്ട് പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണേ.